ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്താണെന്നറിയണ്ടേ? ബ്രെഡും ചിക്കൻ സ്റ്റൂവും. നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സാധനമാണ് ബ്രെഡും ചിക്കൻ സ്റ്റൂവും. അപ്പോൾ നമുക്ക് ട്രൈ നോക്കാം. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്, ചിക്കന്, വെജിറ്റബിൾസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടാവും നോക്കാം. കമോൺ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായ വെജിറ്റബിൾസിനെ എടുത്തിരിക്കുന്നത് കിഴങ്ങുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്, സബോള, ഇതെല്ലാം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ് ഞാൻ ചേർക്കുന്നത്. കുക്കറിലിട്ടൊന്ന് വിസിലടിക്കുമ്പോൾ ഇതെല്ലാം ഒന്നൊരു സെറ്റായിട്ട് വരും. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല തീരെ നൈസായിട്ട് അരിഞ്ഞ് ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കറിലോട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ കൂടെ ചേർക്കുന്നു. പിന്നെ എരിവിന് വേണ്ടി ഞാൻ ഒരു പച്ചമുളക് എടുത്തൊന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ എടുത്ത് നൈസായിട്ട് പീസാക്കിയ ശേഷം നമ്മുടെ കുക്കറിലോട്ട് ഇടുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെന്ന ഒന്നാം തരം ഫസ്റ്റ് ക്വാളിറ്റി പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, കുരുമുളക്. ഇത് ഇടുക്കി സാധനമാണ്, അതങ്ങോട്ട് ചതച്ച് ചേർക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് ഞാനതൊന്ന് തിരുമ്മിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ആ വെജിറ്റബിൾസിനും ചിക്കനിലും എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് വേകാനുള്ള ഒരു വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ട് അടുപ്പിലോട്ട് അങ്ങോട്ട് വെക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം എന്നുള്ള ആവശ്യമുള്ളവർക്ക് ഇടാൻ ലേശം ഇട്ടാൽ മതി. ഇതേ സമയം ഞാൻ ഉണ്ടായിരുന്ന ഒരു ചിക്കനും കൂടെ പീസാക്കിയിട്ട് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കോക്കനട്ട് മിൽക്ക് പൗഡറാണിത്. ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് വേണ്ടി ചേർക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് ഈ മിൽക്ക് പൗഡർ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഒഴിച്ച് നൈസായിട്ട് ഡൈല്യൂട്ട് ചെയ്തൊരു നല്ല രീതിയിൽ കുറിയ പരുവത്തിലാണ് ഞാൻ കറിയിലോട്ട് ചേർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ ഞാൻ ഒരു വിസിലാണ് അടിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. ആ ഒരു വിസിലിൽ ഓൾമോസ്റ്റ് ചിക്കൻ വെന്ത് വരും. ഇതേ സമയം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പം നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഡൈല്യൂട്ട് ചെയ്തത് ഇങ്ങോട്ട് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഗരം മസാല എടുത്തപ്പോൾ കളറിന് കുറച്ചുകൂടെ വ്യത്യാസം വന്നു. അപ്പം നമ്മുടെ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു ബൾഗേറിയൻ സ്റ്റുഡൻ്റാണിത്, ഡാനിയൽ. അപ്പോൾ അവൻ ഇത് കണ്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാമെന്നുണ്ടെങ്കിൽ ചോദിച്ചു. ഐറ്റംസ് എല്ലാം റെഡിയായി. ചിക്കൻ വറുത്തത്, ചിക്കൻ സ്റ്റൂ, ബ്രെഡ്. ഇനി ബ്രെഡും ചിക്കൻ സ്റ്റൂവും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നടപ്പട്ടെ. വാവ്, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? സൂപ്പർ 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 സൂപ്പർ. ഞാൻ വെച്ചോണ്ട് പറയല്ല, കൊള്ളാം. നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ ആ നാട്ടിലെ ആ സ്റ്റൂ ഉണ്ടാക്കുന്ന ടേസ്റ്റ് സൂപ്പർ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ കാത്തിരിക്കുക. നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമക്കിട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.